ഹലോ ഗായ്സ്, എല്ലാവർക്കും കിഡ്സ് മില്ലേന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ആണെങ്കിൽ ഒരു ഫാമിംഗ് ഗാർഡൻ്റെ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാനാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെടികളുടെ വീഡിയോസൊക്കെ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഞാൻ കാണിക്കാത്ത കുറേ ചെടികളുടെ ഇപ്പം പൂ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ പൂ എടുത്തില്ല എന്ന് പറഞ്ഞ കുറച്ച് ചെടികളിലൊക്കെ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കാതെ പിന്നെ ഒരു കുട്ടി പറഞ്ഞായിരുന്നു എന്തുവാ ഒരു ലോങ് വീഡിയോ ഇടാവുമെന്ന്. ആ കുട്ടിയുടെ പേര് പറയാമെന്ന് ചോദിച്ചായിരുന്നു. പേര് സഞ്ജന എന്നാണ്. ഓക്കെ. പിന്നെ കുറച്ച് പേര് ഗിവ് അവേയുടെ ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ആക്ച്വലി ഞാനന്ന് ഗിവ് അവേ തരുമെന്ന് തീരുമാനിക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ഞാനല്ലാതെ എൻ്റെ ഐറ്റംസ് ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും പ്ലാൻ ചെയ്യുമ്പം ഞാൻ പറയാം. അതല്ല, ഗിവ് അവേ വേണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു 600K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരു ഗിവ് കാണും, അല്ലെങ്കിൽ 1K. ഓക്കെ, സോറി 600K അല്ല, സോറി വെറും 600 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ 1K. പിന്നെ ലൈവ് ഇടാത്ത എന്താണെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ബിക്കോസ് എനിക്ക് ലൈവിനെ പറ്റി അങ്ങനെ ഒരു ധാരണയില്ല. അതുപോലെ ഈ ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ കലോത്സവം ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ തിരുവാതിരയുടെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതും പിന്നെ ഈ പഠിത്തം, പിന്നെ നോട്ട്സ് എഴുതാൻ, അങ്ങനെ കുറച്ച് ഹോംവർക്ക്, പിന്നെ ഇപ്പോൾ തന്നെ സയൻസ് ഫെയർ, മാത്സിൻ്റെ ഇത്, അങ്ങനെ കുറേ പ്രശ്നമല്ല, കുറേ സ്കൂളിലെ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് സമയം കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവും അങ്ങനെ വീഡിയോസൊന്നും ഇടാത്തത്. അതുമല്ല, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ പോകുന്നില്ല. നേരത്തെ ആണെങ്കിൽ ഞാൻ ട്രൈപോഡ് വെച്ച് കുറേ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുക്കും. ഇപ്പോൾ ഒരു സമയം കിട്ടുന്നു, അങ്ങനെ വേണം പറയാൻ. ഞാൻ ഈ ഹോംവർക്ക് ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു 9 മണി 10 മണിയൊക്കെ ആവും. പിന്നെ കഴിച്ച് ഉറങ്ങുമ്പോഴേക്കും ഒരു സമയമൊക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ ഇടാത്തത്. പിന്നെ ഇന്നലെ ഞാനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കാണാൻ നമുക്ക് 2K അടിച്ചേ. നിങ്ങൾ വിചാരിക്കും 2K ഒക്കെ വലിയ കാര്യമാണോ? എനിക്ക് വലിയ കാര്യം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വെച്ച് നീട്ടുന്നില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഓണത്തിനൊന്നും പൂക്കാതെ ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പൂത്ത ഇവനാണ്. ഇവനെൻ്റെ ഓൾ ടൈം ഫേവറേറ്റുള്ള ജമന്തിയാണ്. ഓക്കെ, അത് നമ്മളെ പൂത്തിട്ടുണ്ട്. ഇത്രയും പൂവുണ്ട്. ഇതാകെ ഒരു ചെടിയേ ഉള്ളൂ, ഇത്രയും പൂവുണ്ട്. ഇത് കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ മഞ്ഞയുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഈ മഞ്ഞ ജമന്തി എന്ന് പറയുന്നത്. കളറെന്ന് ഉദ്ദേശിച്ചത് ആ ഒരു ജമന്തിയാണ്. ഭയങ്കര ഇഷ്ടം. ഓറഞ്ചിൻ്റെ ബിക്കോസ് അതിൻ്റെ കാരണം കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഓറഞ്ച് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ മഞ്ഞ കിട്ടണമെന്നും പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ മഞ്ഞ ഈ വർഷം കളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി ഗൈസ്. പിന്നെ മലയാളികളിൽ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം റോസാണ്. അതും യെല്ലോ കളറ്. ഇത് നോക്ക്, എന്ത് ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടോ ഗൈസ്? നോക്ക്, നമ്മുടെ ഈ ഒരു ചെടിക്കകത്തൊരു ഉറുമ്പ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണേ. കണ്ടോ? നല്ല രസമുണ്ടല്ലേ എൻ്റെ കളി കാണാൻ. ഇവനെന്ന് പറയുന്നതും നമ്മൾ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായ ഒരു പൂവാണ്. ഈ നോയ്സ് ഒന്നും നിങ്ങൾ പ്രശ്നമാക്കരുത്, ബിക്കോസ് നമ്മുടെ നേച്ചർ ഫ്രണ്ട്ലി നോയ്സ് അല്ലേ. ഇവൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളിതിൻ്റെ ചുറ്റും നമ്മൾ ജമന്തി നട്ടിട്ടുണ്ട്. നട്ടയല്ല, കളിച്ച് വന്നതാണ്. ഇവൻ്റെ പേരറിയുന്നത് കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ നമ്മുടെ ഉറുമ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നടപ്പുണ്ട്. അവരുടെ പ്ലേ ടൈം എന്തായാലും ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. നെക്സ്റ്റ് ഒരിക്കലും പൂക്കത്തില്ല എന്ന് വിചാരിച്ച സാധനമാണ്. ഇപ്പം നിറച്ച് പൂവുണ്ട്. ഓക്കെ, പൂവെന്ന് പറയുന്നത് മുട്ട വന്നേ ഉള്ളൂ. ഇവൻ മാത്രമേ ഉള്ളൂ പൂവായിട്ട്. ഇവനെന്ന് പറയുന്നത് ഇതിൻ്റെ പേര് എന്തുവാ, പിച്ചിന്നോ തെച്ചി, തെച്ചി. പിച്ചി അതിൻ്റെ അപ്പുറത്ത് അപരനായി നിൽപ്പുണ്ട്. ഇവിടെ തെച്ചി നിൽപ്പുണ്ട് ഗൈസ്. ഇതാണെങ്കിൽ ഞങ്ങൾ നട്ടിട്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ നാളെ ഈ വീട് വെച്ച ടൈമിലെങ്ങാണ്ട് ആണ് ഈ ഒരു സംഭവം. അതിന് 2 മാസം കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് വെച്ചത്. ഇപ്പോഴാണ് ഇവൻ പൂവിടുന്നത്. അവൻ്റെ കൂട്ടുകാരനായി ഇവിടെ ഒരാൾ പൂവിടണമെന്നും പറഞ്ഞ് ഇരിപ്പുണ്ട്. ഇവനും തെച്ചി തന്നെയാണ്. പിന്നെ ഇപ്പം കായ്ക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണ് ഈ മുല്ല. പിന്നെ ഇവനാണെങ്കിൽ കുറേ പൂ തരുന്ന മുല്ലയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പിച്ചിയാണ്. എനിക്കിങ്ങനെ മണമൊക്കെ ഭയങ്കര ഇഷ്ടം. കണ്ടോ, നല്ല മണം ഇതിന്. പിന്നെ മുല്ലയ്ക്ക്
മുല്ലയില്ലാതെ എന്ത് പരിപാടി? ഓണപ്പരിപാടി, കല്യാണം, വിഷു, അങ്ങനെ എല്ലാത്തിനും നമ്മുടെ മുല്ല തന്നെയല്ലേ ഫാൻ. ഫാൻ മീൻസ് ഉദ്ദേശിച്ചത് താരമെന്നാണേ. ഈ മുറ്റത്ത് എവിടെ നോക്കിയാലും എന്താണ്? ജമന്തിയാണ്. കണ്ട, ഈ വീട്ടിൽ 3/4 ഭാഗവും ജമന്തിയാണ്. ഇതാ ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. ഇവിടൊന്നും മാത്രമല്ല ഗൈസ്, നമ്മുടെ പറമ്പിൽ, അതായത് ഫാമിംഗ് ഗാർഡൻ, അവിടെയും നമ്മുടെ ഈ ജമന്തി ഇഷ്ടം പോലെ ഞാൻ കൊണ്ട് നമ്മുടെ ഓണം കഴിഞ്ഞപ്പം കൊണ്ട് ഇതിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. ഈ സാധനത്തിന് കണ്ട് പേടിക്കരുതാരും. ഇവിടെ ഇരുന്ന് എനിക്ക് പണ്ടേ പേടിയുള്ളൊരു സാധനമാണ് ഗൈസ് ജമന്തി. നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ പേടിയുണ്ടോ? എനിക്ക് പണ്ടേ പേടിയാണ്. അതങ്ങനാണല്ലോ, എല്ലാ പിള്ളേർക്കും ഈ സാധനത്തിനെയൊക്കെ പേടിയായിരിക്കും അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്, നമുക്കൊരു മിറാക്കിൾ ഫ്രൂട്ട് ചെടി, അതായത് തിരിഞ്ഞുപോയി, മിറാക്കിൾ ഫ്രൂട്ട് ചെടി നമുക്കൊരു മിറാക്കിൾ ഫ്രൂട്ടിനെ തന്നിട്ടുണ്ട്. ഒന്നും പറയണ്ടായിരുന്നു. ആ ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഇച്ചിരി കഴിച്ചതേ ഉള്ളേ. ഭയങ്കര മധുരമായിരുന്നു. എന്ത് കഴിച്ചിട്ടും, നാരങ്ങ നീര് കുടിച്ചിട്ടും ചോറ് കഴിച്ചിട്ട് വരെ ഇതാ ഒന്നും അറിയാതെ നിൽക്കുന്ന കണ്ടില്ലേ. ഇനി ഇഷ്ടം പോലെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ കിളിക്കത്തില്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ച് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും കിളിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ബുഷ് ഓറഞ്ച്, ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട്. ഇതിനും ഭയങ്കര മധുരമായിരുന്നു. ഈ ടയർ വെച്ചേക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ, അതായത് ആ ഒരു സപ്പോർട്ട് കിട്ടാനാണ് ഗൈസ്. പിന്നെ വിറ്റാമിനുകളുടെ കിങ്ങായ നമ്മുടെ പപ്പായയും ഇതിൻ്റെ അകത്തുണ്ട്. കിങ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ല ഒരു സ്ട്രെങ്ത് തരുന്ന സംഭവമാണ് പപ്പായ. റോസിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇവനെ പറയാൻ വിട്ടുപോയി. എന്തായാലും ആ സങ്കടം വേണ്ട കേട്ടോ. ഇത് നമ്മളെല്ലാ ദിവസവും കിളിക്കുന്ന, ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല എന്നന്ന് ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. ഇതിൻ്റെ പേര് തട്ട് റോസ് എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റോസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗൈസ്? നല്ല അടിപൊളി റോസാണ് തട്ട് റോസ്. കണ്ട, ഇതിന് നമ്മൾ സാധാ റോസ് പോലെയല്ല, കുറേ ഇതളുകളുണ്ട്. ആരും കാണാതെ പോകല്ലേ. താണ്ടെ നമ്മുടെ വെള്ള റോസും കൂടെ തന്നെ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു പൂവിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയൂ ഗൈസ്? പിന്നെ ഇതിൻ്റെയും പേരറിയില്ല. കോളാമ്പി പോലെ നിൽക്കുന്നതിൻ്റെ പിങ്ക് കളറാണ്. കോളാമ്പിയുടെ ഒരു ഷേപ്പുണ്ട്. പിന്നെ സന്തോഷ വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഗെയിൻവില്ല, അതായത് നമ്മുടെ കടലാസ് ചെടി, കുഞ്ഞൊരു പൂ കണ്ട, കുഞ്ഞതാണ്. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ സൂം ചെയ്യുന്നേ ഉള്ളൂ. കണ്ട, സൂം ഔട്ട് ചെയ്യുമ്പം ഇതാണ്ടേ ഇതുപോലെ കുറേ ചെറിയതാണ്. കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഗായ്സ്. പിന്നെ ഇവിടെ വണ്ടി പോകുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. വണ്ടി എടുത്ത് നമുക്ക് പോകാതിരിക്കാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് ഓപ്പോസിറ്റ് നമ്മുടെ റോഡ്, അതുകൊണ്ടാണ് വണ്ടിയുടെ സൗണ്ടൊന്നും പറയുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് മസ്റ്റാണേ. ഇതാ നമ്മുടെ സന്ധ്യ ആവാറായി. നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നൊരു ടൈമാണ്. ഇത് കണ്ടോ, നമ്മുടെ സ്കൈ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് ആൻഡ് ബ്ലൂ കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഈ ഒരു രാത്രിയാവാതെ ഞാൻ വീടിനകത്ത് കയറട്ടെ. അപ്പം ഇനി ഇതുപോലെ വീഡിയോസായി വരുന്നവരെ ബൈ.